പെട്ട് ഗൈസ് പെട്ട് 2 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കണം. ഒരു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇടുന്നത് ഞങ്ങളുടെ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ്. സാധാരണ ട്രിപ്പല്ല, ശരിക്കും അഡ്വഞ്ചറസ്, കുറേ ട്വിസ്റ്റ് ഉള്ള ഒരു ട്രിപ്പ്. ഈ ട്രിപ്പ് ഞങ്ങൾ പോകുന്നത് ലെബനൗ സ്പ്രീവാൾഡ് എന്നൊരു ലൊക്കേഷനിലേക്കാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനുള്ളത് സ്പ്രീവാൾഡ് ആണ്, ലെബനൗ. ഇവിടെയാണ് നമുക്ക് മറ്റേ കയാക്കിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കയാക്കിംഗ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതാണ്. പക്ഷെ ലൊക്കേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ വീട് നോക്കിയാൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ വീടാണ്. അടിപൊളി വീടല്ലേ? സോ ഇത് ഭയങ്കര റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഫുള്ള് വീടാണ്, വേറെ ബിൽഡിങ്സ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ക്രീൻ കണ്ടോ, 27. അത് വണ്ടിയുടെ സ്പീഡ് കാണിക്കാനായിട്ടാണ്. സ്പീഡ് കുറവായതുകൊണ്ട് ഗ്രീൻ കളറിൽ നിൽക്കുന്നത്. അത് ഓക്കെ സ്പീഡാണ്. ഇനി അതല്ല, ഭയങ്കര സ്പീഡിലാണ് വരുന്നതെങ്കിൽ അത് റെഡിലാകും, നമ്പർ എഴുതി കാണിക്കും. ടെക്നോളജീസ് കണ്ടോ, ആ വണ്ടി നല്ല സ്പീഡിലാണ് വരുന്നത്, അതുകൊണ്ട് റെഡ് 32. പിന്നെ എനിക്ക് തോന്നുന്നു ട്രാൻസ്പോർട്ടേഷൻ ബസ് റെയറായിട്ട് ഓടുന്ന ഒരു ലൊക്കേഷനാണെന്ന് തോന്നുന്നു. അങ്ങനെ ബസ്സൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും ഒരു 20 minutes വാക്ക് ഉണ്ട് ഈ സ്റ്റോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട്. ഇവിടെ നിന്ന് ഇനി നെക്സ്റ്റ് 20 minutes ബൈ ഫുട്ട്, എന്നിട്ട് ബാക്കി അവിടെ വെച്ചാൽ ബൈ. സോ ഇതൊക്കെ വീടാണ് കേട്ടോ. ഇവർക്കൊന്നും മതിലില്ല, പക്ഷെ അതിനോരം കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. സൺഫ്ലവർ ഉണ്ടാക്കണമൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഇത് അവിടെയും കുറേ സൺഫ്ലവേഴ്സ് ഉണ്ട്. നോക്കി, നല്ല വലിയ സൺഫ്ലവർ. പക്ഷെ അടുത്തേക്ക് പോകാനായിട്ടൊരു ചെറിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുറേ തേനീച്ചകളുണ്ട്. അതുകൊണ്ട് ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് പതുക്കെ ലൊക്കേഷനിലേക്ക് പോട്ടെ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. റൂട്ടിലൊക്കെ നിറച്ച് റോസസും ആണ്, റെഡ് റോസ്, വൈറ്റ് റോസ്, കുറേ റോസസ് ഉണ്ട്, ഫുൾ ഫ്ലവേഴ്സ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ. ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര പീസ്. ഞങ്ങളുടെ സ്പ്രീവാൾഡിൻ്റെ ലൊക്കേഷൻ എത്തി. ഇവർ പോകുന്നു, നോക്കിക്കോട്ടെ, നല്ല രസമില്ല കാണാനായിട്ട്. ഇവർക്ക് എനിക്ക് തോന്നുന്നത് ഗൈഡൊക്കെ ഉണ്ട്, എല്ലാം ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ഇത് കോമൺ ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അതേസമയം നമുക്ക് സിംഗിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കയാക്കിങ്ങിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ട്. എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രീ. എല്ലാവരും നോക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ചെറിയ ചമ്മലുണ്ട്, കുറച്ച് ചെറിയ ചമ്മലുള്ളൂ. ഇനി നിങ്ങൾ കാണും. കണ്ടോ, ഇത് ഗ്രൂപ്പ് ടൂർ ഓപ്റ്റ് ചെയ്ത ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ കയാക്കിംഗ് ആണ് ഓപ്റ്റ് ചെയ്തത്. ബിക്കോസ് ഞങ്ങൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിരുന്നു കയാക്കിങ്ങിന് പോകണം എന്ന്. പക്ഷേ ഞങ്ങൾ അതിലൂടെ നടന്ന് ആ ലൊക്കേഷൻ ഫുള്ള് കണ്ടു കേട്ടോ. അവിടെ ബിയർ ഗാർഡൻസ്, റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലുണ്ടായത്. ഈ നേരത്തെ നമ്മൾ കണ്ട ആ ടീമാണ് ഇപ്പോൾ ഈ ബോട്ടിൽ പോകുന്നത്. ഇത് ടോപ്പ് വ്യൂ ആണ്, നമ്മളൊരു ബ്രിഡ്ജിൻ്റെ മേലിൽ. ഇങ്ങനെ കുറേ കണക്റ്റഡ് ആയിട്ടുള്ള ബ്രിഡ്ജസ് അവിടെ ഉണ്ടായി. ഇതും അതേപോലത്തെ ഒരു ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജിൻ്റെ മേലിൽ കയറി നിന്നാൽ നമുക്ക് അപ്പുറത്തെ സൈഡിലെ കനാലും ഇതേപോലെ ബോട്ടിൽ സഞ്ചരിക്കുന്ന ആൾക്കാരെയും കാണാം. ഇവിടെ എല്ലാ കനാൽസും തമ്മിൽ കണക്റ്റഡ് ആണ്. നോക്കി, എല്ലാ കനാൽസും കണക്റ്റഡ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ബ്യൂട്ടി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയാക്കിങ് ചെയ്തേ തന്നെ പറ്റും. കാരണം ഇത് ഇപ്പോൾ കാണുമ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ കണക്റ്റഡ് ആയിട്ട് കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പക്ഷെ അതേസമയം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് സൈഡിൽ വീടുകളൊക്കെ കാണാൻ പറ്റും. അടിപൊളി ലൊക്കേഷൻ, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ. നോക്കി, പച്ചപ്പ് ഹരിതാവോ. ഇപ്പോൾ ഈ കാണുന്ന ട്രെയിൻ കണ്ടോ, ഈ ട്രെയിൻ സിറ്റി ടൂറിന് വേണ്ടിയിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. ഇതേപോലെ കുറേ ടൈപ്പ് ഓഫ് ട്രെയിൻസ് അവിടെ ഉണ്ടായി. ഞങ്ങൾ കയാക്ക് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു കയാക്കൊന്നും ഫ്രീ അല്ലാണ്. സോ ഞങ്ങൾ അവിടെയുള്ള ഒരു പാർക്കിലൂടെ നടന്നു. ഈ ട്രീ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയോണ്ട് അതും ഞാൻ റെക്കോർഡ് ചെയ്തു. ഇതാണ് അപ്പോൾ നമ്മുടെ കയാക്കിൻ്റെ ലൊക്കേഷൻ. സോ കയാക്ക് അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കയറിയിട്ട് ഇനി കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫൈനലി ഞങ്ങൾ കയാക്കിങ്ങിന് കയറി. എക്സൈറ്റഡ്. ഇതൊരു അഡ്വഞ്ചറസ് ജേർണി ആവാൻ പല കാരണങ്ങളുണ്ട്. ഇതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ഏത് ബോട്ട് വന്നാലും ഞങ്ങളുടെ കയാക്ക് അവരുടെ നേരേക്കേ പോകുള്ളൂ. പറഞ്ഞു തീർന്നില്ല, ഇതിപ്പോൾ അടുത്തത് വന്നു. ഇവരെയും ഞങ്ങൾ ഇടിക്കാൻ പോയി. ഇന്ന് സ്റ്റാർട്ടിങ് തൊട്ട് ഫുള്ള് ട്വിസ്റ്റായിരുന്നു. കാരണം വന്നപ്പോൾ തൊട്ട് അവർ പറഞ്ഞത് ഇന്ന് കയാക്ക് അവൈലബിൾ അല്ലാന്ന്. സോ അതായിരുന്നു ഞങ്ങളുടെ ബിഗിനിങ്. ഹലോ ഗൈസ്, സോ ജർമ്മനിയിലെ സ്പ്രീവാൾഡിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ആൻഡ് ദിസ് ഇസ് കയാക്കിംഗ്. 2 പേരുള്ള കയാക്കിംഗ് ബോട്ടിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇത് 1 hour 2 hours ജേർണിയൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അവർ റൂട്ട് മാപ്പ് തന്നിട്ടുണ്ട്. ആ റൂട്ട് മാപ്പ് ബേസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. പിന്നെ ഓരോ കോർണേഴ്സിലും ലൊക്കേഷൻ്റെ ബോർഡ് ഉണ്ട്. അപ്പോൾ ആ ബോർഡ് നോക്കിയിട്ടാണ് നമ്മൾ യാത്ര
പോകുന്നത്. പിന്നെ 1 hour ഇങ്ങനെ തുഴയുന്നതുകൊണ്ട് കൈ നന്നായി വേദന എടുക്കുന്നുണ്ട്. സ്റ്റിൽ ഞങ്ങൾ മാറി മാറിയാണ് തുഴയുന്നത്. കയാക്കിങ്ങിന് വരുന്നവർ ഡെഫിനറ്റ്ലി പ്രീ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമുക്ക് സ്ലോട്ട്സ് ഒന്നും അവൈലബിൾ ആയിരുന്നില്ല, കയാക്ക് ഒന്നും തന്നെ ഫ്രീ ആയിരുന്നില്ല. സോ കുറേ നേരം വെയിറ്റ് ചെയ്ത് അവരോട് കുറേ സംസാരിച്ചിട്ടാണ് നമുക്ക് കയാക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയത്. കയാക്ക് അവൈലബിൾ ആയി കഴിഞ്ഞപ്പോൾ അടുത്ത ട്വിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അവർ പറഞ്ഞു ക്യാഷ് പേയ്മെൻറ്റ്സ് മാത്രമല്ലോ, കാർഡ് പേയ്മെൻറ്റോ ഫോൺ പേയ്മെൻറ്റോ ഒന്നും എടുക്കില്ലെന്ന്. പിന്നെ ഇനി ATM അപ്ലൈ നെക്സ്റ്റ് ടാസ്ക്. കുറച്ച് ഉൾപ്രദേശമായതുകൊണ്ട് തന്നെ അടുത്തൊന്നും ATM സെൻറ്റേഴ്സോ അല്ലെങ്കിൽ ബാങ്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ATM അപ്ലൈ നെക്സ്റ്റ് ടാസ്ക്. ഞാൻ യൂസ് ചെയ്യുന്നത് കോമേഴ്സ് ബാങ്കാണ്. കോമേഴ്സ് ബാങ്കിൻ്റെ ATM സെൻറ്റേഴ്സും അവിടെ ഉണ്ടായിരുന്നില്ല. സോ കുറച്ച് നടന്നിട്ടാണെങ്കിലും സ്പാർക്കാസ എന്നൊരു ബാങ്കിൻ്റെ ATM സെൻറ്റർ കിട്ടി. ലാസ്റ്റ് അവിടെ പോയിട്ടാണ് ഞങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്തത്. ഞങ്ങളുടെ കാര്യം കോമഡിയാണ് ഗൈസ്. ഞങ്ങളൊരു 2 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കണം. 1 മണിക്കൂറിൻ്റെ പ്ലാനായിരുന്നു ഞങ്ങൾക്ക് സത്യത്തിൽ. പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു ലൂപ്പിൽ ചുഴലി എന്ന് പറഞ്ഞ പോലെ എവിടെയാണ് തുടങ്ങിയത് എവിടെയാണ് എൻ്റെ ആയത് ഒന്നും അറിയില്ല. ഫുൾ കറക്കത്തിലാണ്. തുഴഞ്ഞ് ഒരു പാകത്തിലേ. ഇതിൻ്റെ ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു ബ്രിഡ്ജാട്ടോ. അത് താത്തിയിട്ട റൈറ്റ് സൈഡിലേക്ക് ആൾക്കാർക്ക് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബ്രിഡ്ജ് അവർ സെറ്റപ്പ് ആക്കി വെക്കുന്നതാണ്. പറഞ്ഞു തീർത്തില്ലല്ലോ ഞാൻ. ഞങ്ങളുടെ ഒരു അഡ്വഞ്ചറസ് ജേണി ഞങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ എന്നാലും ജേണിയിൽ ത്രൂ ഔട്ട് നമുക്ക് ഇതേപോലെ കുളിർമ തരുന്ന കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായി. അതൊക്കെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മുടെ റൂട്ട് കറക്റ്റാണ്, തെറ്റിയിട്ടില്ല. പക്ഷെ ചില സമയത്ത് ഒട്ടും ആൾക്കാരില്ലാതെ സ്ട്രേഞ്ച് ആയിട്ടുള്ള പ്ലേസസിൽ ചെല്ലാൻ നേരത്ത് ഈ വഴി ശരിയാണോ എന്ന് ചോദിക്കാൻ പോലും ആരെയും കിട്ടാറില്ല. പലയിടങ്ങളിലും നമ്മുടെ നാട്ടിലെ പോലെ ഈ ആമ്പൽ വെള്ള നിറത്തിലുള്ള ആമ്പൽ കണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ മാപ്പ്. മാപ്പിൻ്റെ കാര്യം ഒന്നും പറയണ്ട. മാപ്പ് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ കൺഫ്യൂഷനുമായിരുന്നു. പല സമയത്തും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ പോയിന്റിൽ പിന്നെയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ അവിടെ തന്നെ വീണ്ടും വന്നു ചേരുന്നുണ്ടായി. സോ ചെറിയൊരു ടെൻഷൻ ഇല്ലാണ്ടില്ല. നമ്മൾ കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കയാക്കിംഗ് ടീം പറഞ്ഞു നിങ്ങൾക്ക് 1 hour വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 hour വേണമെങ്കിൽ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോൾ ഡേ പാക്കേജ് വരെ ഉണ്ട്, അത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഹോൾ ഡേ പാക്കേജിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഹോൾ ഡേ പാക്കേജിൻ്റെ ആവശ്യം നമുക്കില്ല. ഞാൻ ആലോചിച്ചു ആരായിരിക്കും ഈ ഹോൾ ഡേ പാക്കേജ് എടുക്കുന്നതെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ മിക്കവാറും ഹോൾ ഡേ പാക്കേജ് തന്നെ വേണ്ടി വരുമെന്ന്. കാരണം കുറച്ച് ഞങ്ങൾ ചുറ്റിപ്പോയായിരുന്നു. പക്ഷേ എനിവേ നല്ല കാഴ്ചകളാണ് നമുക്ക് ഈ ജേണി സമ്മാനിച്ചത്. ഞാൻ പറഞ്ഞ നേരത്തെ അത് ബോർഡിൽ, അതാണ് ആ മുമ്പിൽ കാണുന്ന ബോർഡ്. അതിൻ്റെ അകത്ത് ഡിറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏത് സൈഡാണ് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു നമുക്ക് ഫേസ് ചെയ്തൊരു ഇഷ്യൂ. എനിവേ കാഴ്ചകളൊക്കെ മനോഹരമായിരുന്നു. ചെറിയ ചെറിയ അനുഭവങ്ങളും കുറേ സന്തോഷങ്ങളുമായിട്ട് ഞങ്ങളുടെ ജേണി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. കുറേ തവണയൊക്കെ ഞങ്ങൾ ചിരിച്ച് കരഞ്ഞു. കാരണം അത്രയും ചിരിക്കാനുള്ള തമാശകൾ ഈ യാത്രയിനിടയിലുണ്ടായി. ഞങ്ങൾ ഫോണൊക്കെ എടുത്ത് പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ കയാക്കിംഗ് യാത്ര. ഒരു പോയിന്റിൽ ഞങ്ങൾ തിരിച്ചു വരെ പോയിട്ടോ. കുറച്ച് നേരം തുഴഞ്ഞ് മതിയായിട്ട് ഞങ്ങൾ തിരിച്ച് പോയി. അപ്പോൾ വേറൊരു ടീമിനെ കണ്ടു. അപ്പോൾ എന്നാൽ പിന്നെ അവരുടെ പുറകെ പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ചേച്ചിമാരുടെ പുറകിൽ തുഴഞ്ഞു പോയി. ഒരു പോയിന്റിൽ പിന്നെയും അവരെ കാണാണ്ടായി. ലാസ്റ്റ് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് വരെ ഇട്ട് നോക്കി ഞങ്ങളുടെ ലൊക്കേഷനിലെത്താനായിട്ട്. പക്ഷെ അതും യൂസ് ഉണ്ടായില്ല. കുറേ നേരമായിട്ട് ഞങ്ങൾ തുഴഞ്ഞോണ്ടിരുന്നത്. ഇതുവരെ ഇതിനൊരു അവസാനം ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. വഴി തെറ്റിയതാണോ മാപ്പ് നോക്കിയതിൻ്റെ ആണോ അറിയില്ല. എന്തായാലും 1 മണിക്കൂറിൻ്റെ ട്രിപ്പ് ഇപ്പോൾ 2 മണിക്കൂറായിട്ടും തീർന്നിട്ടില്ല. എത്തി ഗൈസ്, എത്തി. ഫൈനലി നമ്മൾ നമ്മുടെ ലൊക്കേഷൻ എത്തി, കണ്ടുപിടിച്ചു. ഇത് ശരിക്കും ഒരു അഡ്വഞ്ചറസ് ജേണി തന്നെയായിരുന്നു. ഹലോ, സോ ഇവരെ ത്രൂ ആണ് ഞങ്ങൾ ഇന്ന് കയാക്കിംഗ് ചെയ്തത്. കയാക്കിംഗ് എക്സ്പീരിയൻസ് കഴിവില്ലായിരുന്നു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂപ്പിൽപ്പെട്ട മാതിരി പോയി. കുറേ നേരം ഞങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങേണ്ടി വന്നു. പിന്നെ ഇന്ന് കയറിയപ്പോൾ തൊട്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറ്റിയായിരുന്നു. ഫസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾക്ക് ബോട്ട് അവൈലബിൾ ആയിരുന്നില്ല. പിന്നെ ബോട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു കാർഡ് എടുക്കത്തില്ല, ക്യാഷ് വേണം. പിന്നെ ATM കണ്ടുപിടിക്കാനായി. അങ്ങനെ ഫുള്ളും കുറേ ട്വിസ്റ്റൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ ചുഴലി സീനായിരുന്നു. ഫുൾ ലൊക്കേഷൻ ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. ലൊക്കേഷൻ സത്യം പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിവേസ് എക്സ്പീരിയൻസ് വാസ് പ്രിറ്റി നൈസ്.
കൊള്ളാം. റേറ്റിംഗ് 5 റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു 3 ഒക്കെ പറയത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം ഹിയർ. ബൈ. ഞങ്ങൾ റിട്ടേൺ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോഴാണ് അവിടെ എല്ലാവരും ഗോൾഫ് കളിക്കുന്നതുണ്ട്. അവിടെ നിന്ന് കുറച്ചു നേരം ഞങ്ങൾ അതും നോക്കി. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഗോൾഫ് കളിക്കുന്നു. വേൾഡിലെ ജേണി ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഒരു 2 ട്രെയിൻ കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് റൂമിലെത്താൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഇതിനു മുമ്പ് ബേർലിനിലൊന്ന് കയറുന്നുണ്ട്. അവിടെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ബിക്കോസ് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഓണം സെലിബ്രേഷനാണ്. സോ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓവറോൾ ഇന്നത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ആൻഡ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഒരു കാട്ടിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ കനാലിലൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് സോ നൈസ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഞാൻ ഈ ജേർണി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ. ഫോളോ ചെയ്യാത്തവർ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തുടർന്നുള്ള വീഡിയോസ് ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അൺടിൽ ദെൻ ബൈ. സീ യു ഗൈസ്. ബൈ.